عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى آله وصحبه وسلم. ബഹുമാന്യരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, വന്യരായ ചെറിയ ഉസ്താദ് അവരുടെ പ്രസംഗം, വഅദ്, അത് കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. 37 വർഷമായിട്ട് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെ പ്രസംഗം ഇനി ഓരോ വർഷവും അതൊരു പുതിയ പ്രസംഗമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടും. എല്ലാവർക്കും അത് താല്പര്യമാണ്. നേർച്ചകളും സംഭാവനകളും എല്ലാം ആളുകൾ പ്രത്യേകമായി കൊണ്ടുകൊടുത്ത് ഏൽപ്പിക്കുന്നതും ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നതെല്ലാം ഉസ്താദിന്റെ പ്രസംഗമുള്ള ദിവസമാണ്. ധാരാളം ആളുകൾ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. രാവിലെ സുബ്ഹി മുതൽ ഒട്ടേറെ പരിപാടികൾ അൽഹംദുലില്ലാഹ് ഉറൂസിന്റെ ഭാഗമായി നമുക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സദാത്തുക്കളുടെ അനുസ്മരണമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി ലോകത്ത് സഞ്ചരിച്ചിട്ടുള്ള മഹാന്മാർ, അവർ ചെയ്ത ഖിദ്മത്തുകൾ, അവർ ജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനം, അതാണ് ജനങ്ങളുടെ മനസ്സുകളിൽ ഓർമ്മകൾ നിലനിർത്തുകയും ആ ഓർമ്മകൾ അയവിറക്കുന്നതിന് വേണ്ടി അവർ ഒരിച്ചുകൂടുകയും ചെയ്യുന്നത്. നാൾക്കുനാൾ അവരിവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും അതിന്റെ ഉദ്ദേശ്യം അനുസരിച്ചുകൊണ്ടുള്ള മറ്റു പ്രവർത്തനങ്ങളും ഇവിടെ പുരോഗമിച്ച് തന്നെ വരികയാണ്. അല്ലാഹു ഇനിയും അത് ഉയർത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടെ കഴിഞ്ഞ ഉറൂസിന് ശേഷം നമ്മുടെ മഹല്ലത്തിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് തീരുമാനിച്ച് അഹ്ദലിയ സ്മാരകം ഉണ്ടാക്കണം എന്ന്. അതിന്റെ തറ പൊന്തി മേൽപോട്ട് പില്ലറും പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരായ ആളുകൾ മാത്രം സംഭാവനകൾ ചെയ്തുകൊണ്ടത് പൂർത്തിയാക്കണം എന്ന ഒരു തീരുമാനം. ഏതാനും ചില വ്യക്തികൾ പുറത്തുനിന്ന് ഞങ്ങൾ നാട്ടുകാരല്ലെങ്കിലും നാട്ടുകാരെ പോലെ അവരെ സ്നേഹിക്കുന്നവരാണ് എന്ന അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് 1-2 ആളുകളുടെ സഹായങ്ങളും ഇട്ട്, ഇനിയും നാട്ടുകാരെന്ന് പറഞ്ഞാൽ അവരുടെ സേവനങ്ങൾ ഈ മഹല്ലത്തിലും പരിസര പ്രദേശങ്ങളിലും പല ഭാഗങ്ങളിലും ഉണ്ട്. ആ നിലക്ക് പലരും ഇതിലേക്ക് സഹായിക്കാൻ വേണ്ടി താൽപര്യപ്പെടുന്നുണ്ട്. എന്തായാലും ഭൂരിഭാഗവും ഞങ്ങൾ തന്നെ ചെയ്യും എന്ന നാട്ടുകാരുടെ തീരുമാനം ഇൻഷാ അല്ലാഹ് അത് പൂർത്തിയാകും. അടുത്ത റൂസിനേക്ക് നമുക്ക് നല്ലൊരു കെട്ടിടവും അതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം ഉയർന്നു വരണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുബൈത്തിനെ മഹത്വൽക്കരിച്ചുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. യാ ആല ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു فإنه من عظيم الشرف أنكم من لم يصل عليكم لا صلاة له. ശാഫിമാൻ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം നബിതങ്ങളോടൊപ്പം നിൽക്കുകയും ഈ ദീനിനു വേണ്ടി അതിശക്തമായി പ്രവർത്തിക്കുകയും
ദീനിനു വേണ്ടി സമര ഗോതയിൽ ഇറങ്ങുകയും എല്ലാ പ്രവർത്തന രംഗത്തും, ചിന്താമണ്ഡലത്തിലും, ഭരണതലത്തിലും എല്ലാ രംഗത്തും അവർ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് വലിയ ഷറഫ് നൽകപ്പെടുകയും ആ കുടുംബത്തിലൂടെ തന്നെ ഈ ലോകത്ത് ദീനീ പ്രബോധനം ചെയ്യപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ തന്നെ അവർ ലോകത്ത് മുഴുവനും സഞ്ചരിക്കുകയും ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും നമുക്ക് അവരെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആലിന് നൽകിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മഹത്വം ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ഏതൊരവസരത്തിലും ആലിന്റെ മേലും സ്വലാത്ത് ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി. ആലിന്റെ മേൽ കൂടെ സ്വലാത്ത് ചെല്ലാതിരുന്നാൽ സ്വലാത്ത് പെർഫെക്റ്റ് ആവില്ല, കാമിലാവുകയില്ല. ഏത് സ്വലാത്തിലും ആലിന്റെ മേലുള്ള സ്വലാത്ത് ഉണ്ടാകണം, കൂടെ സലാമും ഉണ്ടാകണം. അതാണ് നിയമം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ള അതാണ്, മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവന്റെ നിസ്കാരം തന്നെ ശരിയാവുകയില്ല. നിസ്കാരം ശരിയാകണമെങ്കിൽ അതിൽ സ്വലാത്ത് നിങ്ങളുടെ മേലും കൂടെ ചൊല്ലണം. അത് അല്ലാഹു തആല നൽകിയിട്ടുള്ള വലിയ ഒരു അംഗീകാരമാണ്. അതുകൊണ്ട് തന്നെ സാധാരണയായി ഗോത്രങ്ങളുടെയും കുലങ്ങളുടെയും തൊഴിലുകൾ എന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ പറയുമ്പോൾ അശാരിമാർ, അവരുടെ പണി കാർപ്പൻട്രി. കൊല്ലന്മാർ, അവരുടെ പണി വെൽഡിംഗ്. ഇങ്ങനെ അധ്യാപനം തൊഴിലാക്കിയവർ, കൃഷി തൊഴിലാക്കിയവർ, സാമൂഹിക ശാസ്ത്രത്തിൽ ഓരോ ഗോത്രങ്ങളുടെ, പഴയകാലത്ത് പ്രത്യേകിച്ചും അങ്ങനെ കുലത്തൊഴിലുകളായിട്ടാണ് പോരുന്നത്. എന്നാൽ അഹ്ലുബൈത്തിന്റെ ആ നിലക്ക് തൊഴിലല്ല. ആ ഒരു സാമൂഹിക ശാസ്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അഹ്ലുബൈത്തിന്റെ മുഖ്യമായ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധമായ ഇൽമിന്റെ പഠനവും പഠിപ്പിക്കലും നിലനിർത്തലും ദീനിന്റെ പ്രവർത്തനവും ദീനീ ദഅവത്തുമാണ്. അതിൽ മസ്ജിദുകൾ സ്ഥാപിക്കലും മദ്രസകൾ സ്ഥാപിക്കലും ഖളാഉം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട, അങ്ങനെയാണ് അവർ ലോകത്ത് മുഴുവനും സഞ്ചരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള, അവിടുന്ന് കാണിച്ചിട്ടുള്ള മറ്റു കർമ്മങ്ങൾ, ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു വലിയ പരിഷ്കർത്ത, ഒരു വലിയ നേതാവ് എന്ന നിലക്ക് സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ കർഷകരോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആട്ടിനെ മേയ്ക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലാകുമ്പോൾ ഒരു കുടുംബത്തോട് ഏറ്റവും കൂടുതൽ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുക. അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കുന്നതിനും വീട് അടിച്ചുമാരുന്നതിനും അങ്ങനെ ഒരു ഗാർഹിക തലത്തിലുള്ള ഏതെന്ത് പ്രവർത്തനങ്ങളും അവിടെ തന്റെ ആ ഒരു പൊസിഷനും സ്ഥാനവും നോക്കിയിട്ട് മാറി നിൽക്കാതെ ജീവിതത്തിന്റെ എല്ലാ തുറകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി കച്ചവടം അത് ജീവിതത്തിന്റെ ഒരു മാർഗമാണ്. അങ്ങനെ കച്ചവടവുമായി ലോകത്ത് സഞ്ചരിച്ചിട്ടുള്ള സഞ്ചാരികളുടെ കൂട്ടത്തിൽ സാദാത്തുക്കളുടെ ചരിത്രമുണ്ട്. മറ്റു സാമൂഹിക പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് സഞ്ചരിച്ചിട്ടുള്ളവരെയും നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എല്ലാറ്റിനോടൊപ്പവും ദീനിന്റെ ദഅവത്ത് മുഖ്യമായ ഒരു കാര്യമായി കാണുകയും ഏതൊരു നാട്ടിൽ ചെന്നാലും ആ നാട്ടിൽ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ ദീനീ നേതൃത്വം, അതാണ് ഏറ്റവും ദീനിന്റെ പ്രാഥമിക കേന്ദ്രം എന്ന് പറയുന്നത് മസ്ജിദുകൾ തന്നെയാണ്. മസ്ജിദുകൾ സ്ഥാപിച്ചുകൊണ്ടും അവിടെ മൗലിദുകളും റാത്തിബുകളും ദർസുകളും മറ്റു പരിപാടികളും ഓരോന്നും സ്ഥാപിച്ചുകൊണ്ട് ദീനിനെ നിരന്തരമായി ഹയാത്താക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്.
മുഅ്മിനീങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ആലുബൈത്ത്, രണ്ടാമത്തത് അഹ്ബാബ്. ഒന്ന് ആലാണ്, രണ്ടാമത്തത് അഹ്ബാബാണ്. ഒന്നുകിൽ ആൽ അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം തന്നെ അഹ്ബാബുകളാണ്. അഹ്ബാബ് റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആലിന്റെയും അഹ്ബാബുകളാണ് മറ്റുള്ളവർ. ഇത് രണ്ടും അല്ലാത്ത ഒരു വിഭാഗം മുസ്ലിമിന്റെ മുഖ്യധാരയിൽ ഒരിക്കലും കാണപ്പെടാൻ പാടില്ല. അപ്പൊ എല്ലാവരും കൂടെ നിന്നുകൊണ്ട് ഒന്നിച്ച് പ്രവർത്തിച്ച് നിരന്തരമായ ബോധവൽക്കരണമാണ്. സയ്യിദ് അഹ്ദൽ തങ്ങളവറുകളുടെ ജീവിതത്തിൽ ഈ നാടിന്റെ ഓരോ വീടുകളിലും ഓരോ പറമ്പിലും ഓരോ ഇടവഴികളിലൂടെയും ഓരോ സ്റ്റെപ്പുകളിലൂടെയും അവർ നടന്നിട്ടുണ്ട്. ഏതൊരു പ്രവർത്തനത്തിനും വളരെ മുഖ്യമായ സാരഥ്യം വഹിച്ച് അതിൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണമെന്ന് ഉറപ്പുവരുത്തുന്നതിന് കല്യാണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ തലേ ദിവസവും അതിന്റെ മുമ്പുമായി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചറിയാനും അതിൽ വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനും, ഒരു മരണം സംഭവിച്ചാൽ മരണാനുബന്ധ കർമ്മങ്ങൾക്ക് മുഴുവനും കൃത്യമായ ഒരു ഗൈഡൻസിലൂടെ, ഒരു ഗൈഡ് ലൈനിലൂടെ പ്രവർത്തിക്കാനും, അങ്ങനെ ഒരു സ്ഥലത്തും അപാകങ്ങൾ വരാതെ പൂർവീകർ കാണിച്ചു തന്ന ആ വഴിയിലൂടെ തന്നെ ഈ ഒരു നാടിനെ നിലനിർത്തുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും ഒരു മഹല്ല് ഭരണമാണ് ഉണ്ടായിരുന്നത്. കൂടുതലായി ദീർഘയാത്രകൾ ചെയ്യുകയോ പല ദിക്കുകളിലും സഞ്ചരിക്കുകയോ ആവശ്യത്തിന് അത്യാവശ്യമായി സമരങ്ങൾക്ക് വേണ്ടിയും മറ്റും പ്രബോധന ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടതൊഴിച്ചാൽ മുഴു സമയവും ഒരു മഹല്ലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് 5 വക്തും അവിടുത്തെ ഇമാമത്ത് നിന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ഖുതുബ നിർവഹിച്ചുകൊണ്ട് അവിടുത്തെ മുഴുവൻ കാര്യങ്ങളിലും നേരിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. നിസ്കാരത്തിന്റെ ഇമാമത്ത് മറ്റൊരാളെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാന സമയത്ത് മസ്ജിദിലേക്ക് വരാൻ കഴിയാതെ വീട്ടിൽ വരുമോ എന്നാളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ കഴിയാത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ അവിടുത്തെ ബീബി ആയിഷ റളിയല്ലാഹു അൻഹായുടെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും സന്തത സഹചാരി, ഏറ്റവും അടുത്ത സുഹൃത്തായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. മുർ അബൂബക്കർ ഫല്യുസല്ലി ലിന്നാസ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കരിക്കാൻ വേണ്ടി പറയുക. അബൂബക്കർ നിസ്കരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നതൊഴിച്ചാൽ മുഴുവൻ സമയം, നാട്ടിലുള്ള മുഴുവൻ സമയം റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ് നേതൃത്വം കൊടുക്കുന്നത്. അതിൽ നാട്ടുകാരായ മുഴുവൻ ആളുകളും സഹാബത്ത് മുഴുവനും വരികയും അങ്ങനെ പൊതുകാര്യങ്ങളിൽ റസൂലുള്ളാഹി തങ്ങളുടെ നേതൃത്വവും പാഠവും ഉണ്ടാവുകയാണ്. എല്ലാ ദിവസവും ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നബിതങ്ങൾ ഉടനെ തന്നെ ഉറങ്ങും. നബിതങ്ങളുടെ പതിവതാണ്. ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിലുള്ള നിസ്കാരം, എങ്ങനെയാണ് ഉറക്കം, എങ്ങനെയാണ്? ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങും. ഉറങ്ങിയാൽ അർദ്ധരാത്രിയാകുമ്പോൾ എഴുന്നേൽക്കും. പിന്നീട് നിസ്കാരമാണ്. ആദ്യമായി ചെറിയ 2 റക്അത്ത് നിസ്കരിക്കും. പിന്നെ വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കാൻ തുടങ്ങും. നീട്ടി നീട്ടി നിസ്കരിക്കും. ചിലപ്പോൾ ഒരു റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞാൽ അൽ ബഖറ സൂറത്താണ് ഓതുന്നത്. രണ്ടാമത്തതിൽ ആലു ഇംറാനാണ് ഓതുന്നത്. മൂന്നാമത്തതിൽ സൂറത്തുൻ നിസാ ആണ്. നാലാമത്തതിൽ മാഇദയോ അൻആമോ ആണ് ഓതുന്നത്. ആ ഖിയാമിന് കണക്കായിട്ട് തന്നെ ദീർഘമുള്ള റുക്കൂഴുകളും സുജൂദുകളും, അങ്ങനെ ദീർഘനേരം നിസ്കരിച്ച് അതിനുശേഷം വിത്രും പൂർത്തിയാക്കി വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ഒരൽപ്പം കിടക്കും. അവസാനത്തെ മണിക്കൂറിൽ വീണ്ടും കിടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ അത് സഹധർമ്മികളോടൊത്തുള്ള കിടത്തമാകും. അങ്ങനെ ബാങ്ക് കൊടുത്താൽ വീണ്ടും ഉടനെ എഴുന്നേറ്റ് ഒന്നുകിൽ തലയിൽ ഒരു ബക്കറ്റ് വെള്ളമൊഴിച്ചിട്ട് അല്ലെങ്കിൽ വുദൂ ചെയ്തിട്ട് ഉടനെ നിസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് പോകും. രാത്രിയുടെ പകുതി ഭാഗം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് 6 മണിക്കൂറാണ് എന്നതിന് ഈ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആനും പഠിപ്പിച്ചിട്ടുള്ള അതാണ്.
യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈൽ ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി. 12 മണിക്കൂറാണ് രാത്രി. അതിന്റെ പകുതിയാണ് ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത്, ആവറേജ് ഉറക്കം. അല്ലെങ്കിൽ ഒരല്പം കൂടെ കൂടുതൽ, അല്ലെങ്കിൽ ഒരല്പം കുറവ്. അഥവാ കുട്ടികളാകുമ്പോൾ ചിലപ്പോൾ 7 മണിക്കൂർ വേണ്ടിവരും. പ്രായം കൂടിയാൽ പിന്നെ അത് 5 മണിക്കൂർ മതിയാകും. അതാണ് ഈ ആരോഗ്യശാസ്ത്രത്തെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. 8 മണിക്കൂർ പൂർണ്ണമായും ഉറങ്ങിയാലേ മനുഷ്യനായി എഴുന്നേറ്റ് നടക്കാൻ കഴിയൂ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നു, വകാന സ്വലാത്തുഹു ലിന്നാസി അഖഫ് വകാന സ്വലാത്തുഹു ലിനഫ്സിഹി അക്സർ വഅക്ബർ. നബി തങ്ങളുടെ സ്വന്തം നിസ്കാരങ്ങൾ അതിന്റെ ദൈർഘ്യം റുകൂഉം സുജൂദും ഒക്കെ ഖിയാമ് പോലെ തന്നെ അൽ-ബഖറ സൂറത്ത് അത്രയും ദീർഘത്തിലായിരുന്നു. അത് സ്വന്തമായുള്ള നിസ്കാരങ്ങളാണ്. എന്നാൽ ഒരു സമൂഹത്തിലുള്ള ഒരു പൊതുപ്രവർത്തനങ്ങളിൽ നിസ്കാരം എന്ന് പറയുന്നത് ജമാഅത്തായുള്ള നിസ്കാരത്തിൽ വളരെ ലഘുവായ നിസ്കാരം അത് ഏറ്റവും എളുപ്പമായിരിക്കും. കാരണം ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിൽ എപ്പോഴും ലളിതമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. സുബ്ഹി നിസ്കാരത്തിന് ശേഷം ഉറങ്ങാം എന്ന് കരുതിക്കൊണ്ട് ആരും ഉറക്കുകയാൻ തന്നെ പാടില്ല. കാരണം സുബ്ഹിന് ശേഷം ഉറങ്ങൽ കറാഹത്താണ്. അത് വളരെ ശക്തമായി വിലക്കിയിട്ടുള്ള ഒരു കറാഹത്താണ്. സുബ്ഹിന്റെ ശേഷം സൂര്യൻ ഉദിച്ചു ഉയരുന്നതുവരെ, ഇഷ്റാഖിന്റെ സമയമാകുന്നതുവരെ, സൂര്യൻ ഉദിച്ചു ഒരു 15 മിനിറ്റ് കൂടെ അപ്പുറം കഴിയുന്നതുവരെ ഉറങ്ങാൻ പാടില്ല. ആരെങ്കിലും ഉറങ്ങുന്നത് കണ്ടാൽ അവരെ വിളിച്ചുണർത്തൽ പോലും സുന്നത്താണ്. അത് മസ്ജിദിൽ തന്നെ ഇരുന്നു കൊണ്ട് ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ട് അവിടുന്ന് 2 റക്അത്ത് കൂടെ നിസ്കരിച്ചിട്ട് പുറത്തു പോവുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. അതാണ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഏത് സ്പിരിച്വൽ ആത്മീയമായ ലൈനുകൾ മുഴുവനും നമുക്ക് ഭൗതിക ലോകത്തുകൂടെ ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ജീവിക്കുന്നവർക്ക് ആരോഗ്യമുണ്ടാകും. ഇന്ന് നമ്മുടെ നാടുകളിൽ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആരോഗ്യം നഷ്ടപ്പെട്ടവരാരാണെന്ന് ചോദിച്ചാൽ അത് മിക്കവാറും നമ്മുടെ ആളുകളായിരിക്കും. ആശുപത്രി കിടക്കകളിൽ നിറഞ്ഞു കിടക്കുന്നത് ആരാണെന്ന് പോയി സർവേ നടത്തിയാൽ അത് നമ്മുടെ ആളുകളായിരിക്കും. കാരണം അവർ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നേ ഇല്ല. ഏത് മതത്തിൽപ്പെട്ട ആളുകളെയും നോക്കൂ, അവർ ഭക്തരായ ആളുകൾ, അവർ സുബ്ഹിയുടെ മുമ്പ് തന്നെ എഴുന്നേൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ജീവിത ശൈലിയാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ ആരോഗ്യം അവർ കാത്തു സംരക്ഷിക്കുന്നുണ്ട്. പാതിരാത്രി വരെ ഉറക്കൊഴിഞ്ഞിരിക്കുകയും സംസാരിക്കുകയും TV കാണുകയും മൊബൈൽ ഉപയോഗിക്കുകയും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന് രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ വരുന്നത്, അത് കഴിഞ്ഞ് പിന്നീട് ഉറങ്ങുന്നത്. ഇനി അല്ലെങ്കിൽ എഴുന്നേൽക്കുകയാണെങ്കിൽ തന്നെ ഉടനെ എഴുന്നേറ്റ് ഉടനെ ഉറങ്ങണം എന്ന നിയ്യത്തോടുകൂടിയാണ് ഒരാൾ ഉറക്കമൊഴിക്കുന്നതെങ്കിൽ ആ ഉറക്കം ഒഴിക്കുന്നത് തന്നെ ശരിയല്ല എന്നാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉറക്കൊഴിക്കേണ്ടി വരും. നേർച്ചയുടെ ദിവസം, അത് വർഷത്തിലൊരിക്കലുണ്ടാവുന്നതാണ്. അന്ന് ഉറക്കൊഴിക്കും. പക്ഷെ അന്നും സുബഹിന്റെ ശേഷം ഉറങ്ങാൻ പാടില്ല. അത് വേണം പിന്നെ ദുഹറിന് മുമ്പ് ഉറങ്ങിക്കൊള്ളുക. ചിലപ്പോൾ ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മിനിസ്റ്റർമാരുമായുള്ള മീറ്റിംഗ് നടത്തുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ റസൂലുള്ളാഹി തങ്ങൾ ചിലപ്പോൾ രാത്രിയിൽ ദീർഘനേരം ഇരുന്ന് സംസാരിക്കാറുണ്ട് എന്ന് കാണാൻ കഴിയും. അത് കാരണം ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ എപ്പോഴും ജനങ്ങളുടെ ശല്യമായിരിക്കും. ജനങ്ങൾ കാണാനും സംസാരിക്കാനും അവരുടെ പ്രശ്നങ്ങളും പറയാൻ ആവശ്യക്കാരൻ ഔചിത്യബോധമില്ല എന്ന് പറഞ്ഞ പോലെ അവർക്ക് എവിടെ സമയവും ഒന്നും നോട്ടം ഉണ്ടാവില്ല, എവിടെയും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒരു ഫ്രീഡം കിട്ടണമെങ്കിൽ രാത്രിയായിരിക്കും. അങ്ങനെ ചില പ്രത്യേക സമയങ്ങളിൽ രാത്രിയിൽ ഇശാ സമയത്തിനു ശേഷവും ദീർഘനേരങ്ങൾ ചിലപ്പോൾ സംസാരിച്ച് ഇരിക്കാറുണ്ട്. അത് റെയർ സംഭവങ്ങളാണ്. അത് നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് നാം പതിവാക്കേണ്ടിയിരിക്കുന്നത്. ബൂരിക്കലി ഉമ്മത്തി ഫീ ബുക്കൂരിഹിം, മുഹമ്മദീയ സമൂഹത്തിന് ബറക്കത്ത് നൽകപ്പെട്ടിട്ടുള്ളത് അവരുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രോസ്പെരിറ്റിക്കും കാരണം അവർ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുകയും അത് ഹയാത്താക്കുകയും ആ സമയത്ത് ആക്റ്റീവായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആ സമയത്ത് ആരുറങ്ങുന്നുണ്ടോ ആ നാട്ടിൽ തന്നെ ബറക്കത്തുണ്ടാവുകയില്ല, ആ വീട്ടിലൊട്ടും ബറക്കത്തുണ്ടാവുകയില്ല.
അതുകൊണ്ട് നാം ഏറ്റവും ഉത്തമ സമൂഹമാണ്, ഉത്തമ സമുദായമാണ്. നമുക്ക് ഏറ്റവും വലിയ ഉദാത്തമായ ആരോഗ്യമുണ്ടാകേണ്ടവരും ബുദ്ധിയുണ്ടാകേണ്ടവരും വിദ്യാഭ്യാസമുണ്ടാകേണ്ടവരും മറ്റെല്ലാ നിലക്കുള്ള ഡെവലപ്മെന്റും ഉണ്ടാകേണ്ടത് ഈ വിശ്വാസത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം അവിടെ ചിന്തിക്കേണ്ടത് എവിടെയാണ് നമുക്ക് പിഴച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായി പതിവാക്കുകയും മസ്ജിദുകളെ നമ്മൾ ഹയാത്താക്കുകയും വേണം. സുബ്ഹി നിസ്കാരം മസ്ജിദുകളിൽ വെച്ച് തന്നെ നിർവഹിക്കണം. പൊരക്കുറ്റൂഷ നടത്തുകയാണെങ്കിൽ പൊരയിൽ വെച്ച് ജമാഅത്ത് നടത്തുക എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ അതും ഈ പറഞ്ഞ പോലെ എവിടെയോ തിരക്കുള്ള സമയത്ത് ആർക്കും ഒഴിവില്ലാതിരുന്നപ്പോ അങ്ങനെ പുരന്നൊരു ജമാഅത്ത് നടത്തിപ്പോയതുകൊണ്ട് പൊരക്കുറ്റൂഷ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് നടത്തലാണ് എന്ന് ആളുകൾ മനസ്സിലാക്കിപ്പോയി. ജമാഅത്ത് നിസ്കാരം പള്ളിയിൽ വെച്ച് മാത്രമേ മശ്റൂആയിട്ടുള്ളൂ. വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല, അതൊരിക്കലും ആചാരമാകാൻ പാടില്ല. വീട്ടിൽ വെച്ച് സുന്നത്താണ് നിസ്കരിക്കേണ്ടത്. വീട് നിസ്കരിക്കാത്തൊരു സ്ഥലമാകരുത്. ലാ തജഅലൂ ബുയൂതകും ഖുബൂറ. വീടുകള് ഖബറിന്റെ മാതിരി മരിച്ചു കിടക്കുന്ന ഒരു സ്ഥലം പോലെ ആകരുത്. അവിടെ നിസ്കാരം നടക്കണം, ഓത്ത് നടക്കണം, എല്ലാം നടക്കണം. പക്ഷേ സുന്നത്ത് നിസ്കാരമാണ് വേണ്ടത്. നബിതങ്ങൾ പലരുടെയും വീട്ടിൽ ചെല്ലുമ്പോ, സ്വഹാബത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോ അവർക്ക് ബറക്കത്തിന് വേണ്ടി നിസ്കരിച്ചു കൊടുക്കാറുണ്ട്. എനിക്കൊരു സ്ഥലം കാണിച്ചു തരൂ, നിസ്കരിച്ചു തരൂ എന്ന് സ്വഹാബത്ത് അങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ചു കൊടുക്കും. ആ സ്ഥലം അവർ മുസല്ലയാക്കി സ്വീകരിച്ച് അങ്ങനെ രോഗികളും മറ്റും അവിടെ തന്നെ നിസ്കരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ ആ സ്ഥലം നിസ്കാരത്തിന്റെ പതിവാക്കി അങ്ങനെ ചെയ്യാറുണ്ട്. സുന്നത്ത് നിസ്കാരമാണ് വീട്ടിൽ വെച്ച് ചെയ്യാൻ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഫർള് നിസ്കാരം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ച് തന്നെയാണ്. പല മദ്ഹബുകളിലും അത് പള്ളിയിൽ വെച്ച് മാത്രം ജമാഅത്തായി തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ് എന്നുള്ള ശൈലിയിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ കേവലം ഒരു നാമമാത്ര മുസ്ലിംകളാണെന്ന് പറയുകയും മുസ്ലിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി സംസാരിക്കുകയും ശബ്ദിക്കുകയും അതിനുവേണ്ടി പത്രം വായിക്കുകയും ചർച്ച ചെയ്യുകയും അങ്ങാടികളിലും കടകളിലും അങ്ങനെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ സമുദായത്തിന്റെ പുരോഗതിയാണ് നാം ചർച്ച ചെയ്യുന്നത്. ആ ചർച്ച ചെയ്യുന്ന കാരണം കൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാൻ സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ പുരോഗതി എന്താണ് നാം ചർച്ച ചെയ്യുന്നത്? സമുദായത്തിന്റെ മക്കൾ പഠിച്ചുയരണം, വിദ്യാഭ്യാസപരമായി ഉയരണം, അവരെ പല വിധത്തിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആസൂത്രണങ്ങളും ചിന്തകളും അതാണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോഴും മതത്തിന്റെ കാര്യം നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആ പുരോഗതി അത് തികച്ചും ഭൗതികമായൊരു പുരോഗതി മാത്രമാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയുള്ള, ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ രാജ്യമാണ് മുസ്ലിംകൾ. ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള രാജ്യം ഇന്ത്യയാണ്. ആദ്യ മനുഷ്യൻ ആദം അലൈഹിസ്സലാം ഇറങ്ങി വന്ന രാജ്യം ഇന്ത്യയാണ്. ഹജ്ജ ആദമു 40 മറ, ഹജ്ജ ആദമു മിനൽ ഹിന്ദ് മാഷിയൻ 40 മറ. ആദം അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം നടന്ന ഹജ്ജിന് പോയിട്ടുണ്ട് എന്ന് ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ആദ്യ മുസ്ലിമിന്റെ രാജ്യം. ഒരുപാട് മുസ്ലിം പണ്ഡിതന്മാരും ലോകത്തിന് മുഴുവനും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു രാജ്യം. പല രാജ്യങ്ങളിലേക്കും ചെന്നുകൊണ്ട് ദീനീ ദഅവത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളൊരു രാജ്യം. എന്തുകൊണ്ടാണ് ഇവിടെ പിന്തള്ളപ്പെടുന്നത്, പിന്നോട്ടു പോകുന്നത്? അത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതല്ല ശരി. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇവർ പിന്നാക്കമാണ്, അവർ വളരെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്, വിദ്യാഭ്യാസം നൽകപ്പെടുന്നില്ല, അവർ വളർന്നു വരുന്നില്ല. ഇതാരെങ്കിലും കൊണ്ടു തന്നാൽ കിട്ടുന്നതാണോ? ഇവിടെ വെച്ച കാര്യങ്ങൾ പോയി വാങ്ങാൻ ആരുണ്ട്? ഇവിടെ മുസ്ലിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അബദ്ധം എന്ന് പറയുന്നത് സുബ്ഹിന്റെ സമയത്ത് എഴുന്നേൽക്കാതിരിക്കുന്നത് തന്നെയാണ്. ഇമാം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് നഹ്സ് അന്ന് ചെയ്യാൻ പറ്റുമോ, അന്ന് കല്യാണം നടത്താൻ പറ്റുമോ, നിക്കാഹ് നടത്താൻ പറ്റുമോ, വരണ്ടാക്കാൻ പറ്റുമോ എന്നിങ്ങനെ പരിശോധിക്കുന്ന ആളുകൾ നഹ്സിന്റെ ദിവസം ഏതാണ്? നഹ്സിന്റെ ദിവസം സുബ്ഹി ഖളാ ആയ ദിവസമാണ്. സുബ്ഹി ഖളാ ആയില്ലെങ്കിൽ ആ ദിവസത്തിൽ നഹ്സില്ല, അന്ന് ബറക്കത്ത്. സുബ്ഹി ഖളാ ആയി പോയോ പിന്നെ ഓന് നഹ്സ് തന്നെയാണ്, അന്നത്തെ ദിവസം യാതൊരു ബറക്കത്തും ഉണ്ടാകില്ല എന്നാ പഠിപ്പിച്ചത്. ഇത് പല ജൂതന്മാരാണ് ഈ തലകളിൽ പ്രവർത്തിക്കുന്നത്. ജൂതന്മാര് തലകളിൽ പ്രവർത്തിക്കുന്ന കാരണം കൊണ്ടാണ് ഇതുണ്ടായിത്തീരുന്നത്. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലെ കച്ചവടക്കാരായ ആളുകൾ അങ്ങനെയാണ്.
സുബഹി വരെ കച്ചവടം ചെയ്യും. അറബികളല്ല, അവിടുത്തെ അറബികൾ അവർ സുബഹിന്റെ ശേഷം ഉടനെ ആക്റ്റീവാണ്. 70 വയസ്സായ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ബഗ്ദാദി ഇവിടെ 2 വർഷം മുമ്പ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹറം ഷരീഫിന്റെ അടുത്തുള്ള ആളുകൾ ആ കുന്നുകൾ മുതിർന്ന കുന്നുകളാണ്, പൊന്നിൻ തുറമല പോലെയുള്ള കുന്നുകളാണ്. അപ്പൊ അവർ ആ കുന്നിന്റെ മുകളിൽ ഇറങ്ങിയിട്ട് സുബഹിക്ക് വരും. ഇശാ നിസ്കാരത്തിന് ശേഷം ആ കുന്ന് കയറിപ്പോകും. അവർക്ക് പിന്നെ നടക്കാൻ വേണ്ടി പ്രത്യേകം പോകേണ്ട ആവശ്യമില്ല. ആ വരവ് തന്നെയാണ് അവരുടെ എക്സർസൈസ് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ തന്നെ അതിനെല്ലാം വെച്ചിട്ടുണ്ട്. ആ ഒരു നേരത്തെ എഴുന്നേറ്റ് നടന്നു വരുന്ന ആ ഒരു വരവിലൂടെ ഞരമ്പുകൾ മുഴുവനും തുറക്കപ്പെടുകയും രക്തസഞ്ചാരം ഉണ്ടാവുകയും ചെയ്യുന്നു. ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നബിതങ്ങളുടെ പതിവായിരുന്നല്ലോ, എഴുന്നേറ്റ ഉടനെ തന്നെ ബ്രെയിൻ ഓപ്പൺ ചെയ്യണം. ബ്രെയിൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചിന്തിക്കണം. അപ്പൊ എഴുന്നേറ്റ ഉടനെ തന്നെ തലയാണിന്റെ അടിയിൽ തപ്പിയിട്ട് മെല്ലെ ബീഡി എടുത്ത് കത്തിച്ചാൽ അത് ആത്മാവിന് തീ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തീ കൊടുത്ത് നശിപ്പിക്കരുത്. നബിതങ്ങളുടെ മുഖം തുടച്ചിട്ട് ഉടനെ തന്നെ ഒരു ആയത്തോതും. സൂറത്തുൽ ആൽ ഇമ്രാന്റെ അവസാനത്തെ 10 ആയത്തുകളോതും. ഇനി ഏതെങ്കിലും ഒരു ആയത്ത് ഓതുമ്പോ ഓർമ്മയിലുള്ള ഒരു കാര്യം എടുക്കുമ്പോ കമ്പ്യൂട്ടർ അങ്ങ് തുറക്കുമല്ലോ, തുറന്ന സാധനം. അപ്പൊ പിന്നെ ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറക്കം വരില്ല, ഉറക്കം തെളിഞ്ഞു പോകും. ഒരു ചിന്ത, ബ്രെയിൻ ഓപ്പൺ ചെയ്യുന്ന പണിയാണ് ആദ്യം. അത് ഏതൊരാൾക്കും സുന്നത്ത. ജനാപത്തുകാരനല്ലെങ്കിൽ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഉറക്കത്തെ തുടച്ച് കണ്ണ് തുടച്ച് ഉടനെ തന്നെ ഒരു ആയത്ത്. അപ്പൊ ഓർമ്മയിൽ നിന്നും തുറക്കുകയും ബ്രെയിൻ ഓപ്പൺ ചെയ്യും. രണ്ടാമത്തേത് ശരീരത്തിന്റെ മഫാസിലുകൾ ഉദു ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ തണുപ്പിക്കുകയും അവിടെ കൈകൊണ്ട് ഒരു മസാജ് ചെയ്യൽ സുന്നത്താണ്. ഉദു ചെയ്യുമ്പോ വെറും വെള്ളം ഒഴുക്കിയാൽ മതിയാകുമെങ്കിലും ഉരച്ചു കൈകൾ, അതാണ് മസാജ് എന്ന് പറയുന്നത്. മസാജ് എന്ന് പറഞ്ഞാൽ മസഹ് എന്നാണ് പറയുക അറബിയിൽ. അതിനെങ്ങനെ പുള്ളി വീണുപോയപ്പോ മസാജായി മാറിയതാണ്. അങ്ങനെ ഒരു മസാജ് ചെയ്യുമ്പോ ആ പ്രധാനപ്പെട്ട കണ്ണും മൂക്കും കവിളും ആ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, അതുപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെവിയും, ഇതെല്ലാം ഒരു ആക്ഷനിൽ വന്നു. പിന്നെ ആവശ്യമായി വരുന്നത് കൈയും കാലും ഊരയൊക്കെ ഇളകണം. അതിന് വീട്ടിൽ നിന്നിറങ്ങിയിട്ട് മസ്ജിദിലേക്ക് നടക്കുന്നു. ആ ഒരു നടത്തത്തിലൂടെ ഒരു ആക്ഷൻ കിട്ടി. പിന്നെ ചെന്നിട്ട് അവിടെ ധ്യാനമാണ്. ആ ഒരു ഏകാഗ്ര ചിന്തയിലൂടെ, ധ്യാനത്തിലൂടെ ബ്ലഡ് പ്രഷറിനെ ക്രമീകരിക്കപ്പെടുകയും അവർക്ക് ബ്ലഡ് പ്രഷർ ഇല്ലാതാവുകയും ചെയ്യും. അവിടെ പിന്നെ സുബ്ഹി നിസ്കരിച്ചത്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ വലത്തോട്ടൊന്ന് ചെരിഞ്ഞ് കിടക്കണമോ കിടക്കണ്ടയോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. ആ ഒരു കിടത്തത്തിൽ ഖബറിനെ ഓർക്കാൻ വേണ്ടിയാണ്. اللهم رب جبريل وميكائيل وإسرافيل وعزرائيل ومحمد صلى الله عليه وسلم وقني عذاب النار എന്നുള്ളൊരു ദിക്ർ ചൊല്ലിയിട്ട് ഖബറിൽ കിടക്കുന്ന ഒരു ചിന്ത മനുഷ്യൻ രാവിലെ തന്നെ, അതോടുകൂടി വൈകുന്നേരം വരെ മനുഷ്യന്റെ ഓർമ്മയിൽ അള്ളാഹുവിനെ കുറിച്ചൊരു ചിന്ത, ഖബറിനെ കുറിച്ചും മരണത്തെക്കുറിച്ചുള്ളൊരു ബോധം നിലനിൽക്കുകയുമാണ്. നിസ്കാരവും കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ, പിന്നെ സുബ്ഹി കഴിഞ്ഞ ഉടനെയാണ് ഫസാദുകൾ രംഗത്ത് വരുന്നത്. എവിടെ? അങ്ങാടികളിലും കടത്തിണ്ണകളിലും ഫസാദുമായി ഇബ്ലീസ് കാത്തിരിക്കുന്ന ഒരു സമയം സുബ്ഹിന്റെ ഉടനെയാണ്. അപ്പോഴേക്ക് ഏതെങ്കിലും പത്രം വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിവരങ്ങൾ വരും. അതുകൊണ്ടാണ് ആ സമയത്ത് പുറത്തു പോകരുത്. ആ സമയത്ത് പള്ളിയിൽ തന്നെ ഇരിക്കണം. അവിടെ ഇരുന്ന് കുറച്ച് ഖുർആനും ദിക്റൊക്കെ ചൊല്ലി ഒരു ദുഹാന്റെ സമയം ആയതിനു ശേഷം മാത്രമേ പുറത്താവൂ. പിന്നെ ആർക്കും അങ്ങാടി പോയി നിൽക്കാൻ സമയം ഉണ്ടാവുമോ? അപ്പൊ പിന്നെ പെട്ടെന്ന് ചെന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി ചായ കുടിച്ച് പണിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആളുകൾ പോകും. അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവും നാട്ടിൽ തന്നെ ഉണ്ടാവില്ല. പത്രം വായിക്കൽ പിന്നെ അസറിന് ശേഷമാവും. അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിട്ടുണ്ടാവും. ഉസ്താദിന്റെ പ്രസംഗം നടക്കാനിരിക്കുന്നതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇവിടെ നാം നമ്മുടെ നാടിന് ഇനിയും ഹയാത്താക്കണം. ഖിയാമത്ത് നാൾ വരെ മഹത്തുക്കളായ സാദാത്തുക്കൾ കാണിച്ചു തന്ന ആ പന്ഥാവ് നമുക്കിവിടെ നിലനിൽക്കണം. അങ്ങനെ ഇവിടുത്തെ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരും നാം ഒരു കേൾവിക്കാര് മാത്രമായി മാറാതെ നാം ഒരു ഹയാത്തുള്ള വീടായി, നമ്മുടെ വീടുകളിലുള്ള ടെലിവിഷൻ ഓഫ് ചെയ്യണം. നമ്മുടെ വീടുകളിൽ ഫസാദിന്റെ പത്രങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ പത്രങ്ങൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം. ഫിത്നയും ഫസാദും മാത്രം പ്രസിദ്ധീകരിക്കുന്ന ചില പ്രസിദ്ധീകരണങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലെ ചില മുസ്ലിങ്ങളുടെ വീട്ടിൽ അത്തരം പത്രങ്ങൾ വരുന്നു എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.
സഹോദരന്മാരെ, ഒരിക്കലും അതിനുവേണ്ടി ഒരു ക്യാഷ് നമ്മൾ മുടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഫസാദിന് വേണ്ടി മുടക്കുന്ന ക്യാഷാണ്, അതൊരു മഅസിയത്താണ്. ആരെങ്കിലും അത് വായിക്കാൻ ഇടവന്നാൽ അതിന്റെയും കുറ്റക്കാര് നമ്മളായിത്തീരും. അതുകൊണ്ട് മുസ്ലിമായ മനുഷ്യൻ അവൻ എപ്പോഴും നല്ല ശ്രദ്ധാലുവായി ഒരു പത്രം വാങ്ങുന്നുവെങ്കിൽ അത് നല്ല ശ്രദ്ധയോടുകൂടി തന്നെ വാങ്ങണം. അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതുകൊണ്ടൊക്കെ വരുന്ന വിപത്തുകളെ, ആപത്തുകളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായി തീരുകയും നമുക്ക് ഈ ഒരു പ്രകാശം കെട്ടുപോകാതെ നിലനിൽക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ്